അതിന് 3 പോയിന്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഒന്ന്, എലിമിനേറ്റ് ഫിയർ. ഭയം എന്ന് പറയുന്ന വികാരം എടുത്തു മാറ്റുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചു, ഉടനെ ഭയമാണ്, ഇതെൻ്റെ കയ്യിൽ നിന്ന് പോവോ, ഇതെനിക്ക് അർഹതയുള്ളതാണോ എനിക്ക് കിട്ടിയത്. ഒരു സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഐ ഡിസേർവ് മോർ. പക്ഷേ ഏതെങ്കിലും ഒരു സെക്കൻഡ്, ഒരു നാനോ സെക്കൻഡെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി എനിക്ക് അർഹതയുള്ളതാണോ, ഡു ഐ ഡിസേർവ് ദിസ്. അത് നിങ്ങൾക്ക് റിസൾട്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി കളയുന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഓൺ യുവർ അച്ചീവ്മെൻറ്റ്. നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത അച്ചീവ്മെൻറ്റ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. അത് ഒരു എനർജീസിനും തട്ടിയെടുക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് മാത്രമേ അത് നിങ്ങളിൽ നിന്ന് കളയാൻ സാധിക്കുള്ളൂ. നിങ്ങൾ കളയാതിരിക്കുക, അതിന് നിങ്ങൾ എടുക്കേണ്ട സ്റ്റെപ്പാണ് ആദ്യം എലിമിനേറ്റ് ഫിയർ. അടുത്തതായിട്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ എൻഡ് റിസൾട്ടിന് വേണ്ടി മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. അവിടെ നിങ്ങൾക്ക് നെഗറ്റിവിറ്റീസ് ഈ പറയുന്ന ബ്ലാക്ക് മാജിക്കിൻ്റെ രൂപത്തിലോ അതല്ലെങ്കിൽ ഈ ദൃഷ്ടി എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ബാധിച്ചു എന്നുള്ള രീതിയിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ഓർക്കുക, ഈ നെഗറ്റിവിറ്റി നിങ്ങളിൽ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എൻജോയ് ദ പ്രോസസ് വാട്ട് യു ഡു. നിങ്ങൾ ഒരു കാര്യം, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഓരോ സെക്കൻഡ്, ഓരോ മിനിറ്റും ആസ്വദിച്ച് ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് തന്നെ വന്നോളും. നിങ്ങളത് എൻജോയ് ഓൾറെഡി ചെയ്തു, അപ്പോൾ നിങ്ങളത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് റിസൾട്ട് വരാണ്ടിരിക്കാൻ പറ്റില്ല. അതേസമയം നിങ്ങൾ ബുദ്ധിമുട്ടാണ്, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് റിസൾട്ടിന് വേണ്ടി മാത്രം റിസൾട്ട് കിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ലക്കിൽ നിങ്ങൾക്കൊരു റിസൾട്ട്, ലക്ക് എന്ന് പറയുമ്പം അഗെയിൻ നമ്മളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഇവിടെ ലക്കായിട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് ഈ ഒരു രീതിയിലാണ് പോകുന്നത്, നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ജീവിതത്തിനെ ആസ്വദിക്കാത്തവർ ജീവിതത്തിൽ എങ്ങനെയാണ് സക്സസ് ആവുന്നത്? ആൻഡ് വാട്ട് ഇസ് ഡെഫിനിഷൻ ഓഫ് സക്സസ്? പലർക്കും പലതാണ്. അത് ലഭിക്കണമെങ്കിലും എന്ത് ചെയ്യണം? സോ എൻജോയ് ദ പ്രോസസ്, എൻജോയ് ലൈഫ്. ഇത് രണ്ടാമത്തെ കാര്യമാണ്. ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എവർ ആയിട്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ.